എന്താ ഇവിടെ എന്താ ഇഷ്യോ? എന്തിനും മട കുട്ടി കരയണേ? ഓ ഇമ്മാടെ കുട്ടി ഇപ്പൊ എന്താ സ്നേഹം. ഇപ്പൊ ഉമ്മി മകള് വന്നായി, ഞാൻ മാത്രം പുറത്ത്. ഇജി പുറത്തോ? എന്തൊക്കെയാ ആദ്യം ഇജി പറഞ്ഞേ? ആ ഇമ്മ ആശാത്ത പറഞ്ഞത് മാത്രമല്ലേ കേൾക്കുള്ളൂ. ഷാനോഖാന്റെ ആശാത്താന്റെ കല്യാണം കഴിഞ്ഞാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഓര് വേണല്ലോ അല്ലേ. പിന്നെ ആശാത്ത പറഞ്ഞതാണല്ലോ എല്ലാരും കേൾക്കേണ്ടത്. എന്തൊക്കെയാ റബ്ബ ഈ കുട്ടി പറഞ്ഞത്? എന്താ ഇഷ്യോ? ഇജെങ്കിലും ഒന്ന് തെളിച്ച് പറയും. എനിക്കറിഞ്ഞൂടമ്മ, ഇമ്മാനെ ഞാൻ ജോലിക്ക് വിടാത്തത്. ഓള് പഠിച്ച് വലിയ നിലയിലാവുമെന്ന് എനിക്ക് പേടിയായതുകൊണ്ടാണ് ഓള് പറഞ്ഞത്. എനിക്കോളോട് അസൂയണത്ര. എന്തൊക്കെയാ ആദ്യം ഇജി പറഞ്ഞത്? പോയി എനിക്ക് എന്തൊക്കെയാ പറയാന്ന് വെളിവില്ലുണ്ടായോ? ആ അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ തന്നെ പറയുള്ളൂ. ഇപ്പൊ എനിക്കറിയാം. ഷാനൊക്കെ ദുബായി പോയി നല്ല ജോലിയൊക്കെ ആയപ്പോ ഇമ്മാക്ക് പൈസാത്ത പറഞ്ഞത് മാത്രം മതി. എന്നോടിപ്പോ ഒരു സ്നേഹമില്ല. ഇന്നിപ്പോ ആർക്കും വേണ്ട. എന്റെ ഇഷ്ടങ്ങൾ നോക്കാനും കേൾക്കാനൊന്നും ആരുമില്ല. കേട്ടില്ല മോള് പറഞ്ഞത്? ഇതിനൊക്കെ ഞാൻ എന്താ മോളോട് പറയാ? എന്റെ പഠിച്ചവനെ, ഞാൻ എന്തൊക്കെ ഈ കേൾക്കണത്? എന്താ മക്കൾ നിങ്ങൾക്ക് രണ്ടാക്കും പറ്റിയത്? നോക്കാതിയെ എന്താ മള കുട്ടിയുടെ പ്രശ്നം? അനക്കിപ്പറ്റി വിചാരിക്കും പോലെ നഴ്സിങ്ങിന് പഠിക്കാൻ പോണം, അത്രയല്ലേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ നടക്കും. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇമ്മ വേണ്ട, നിക്കറിയാം എന്താ തീരുമാനിക്കേണ്ടത്. നീ കാര്യം പറഞ്ഞിട്ട് ഇമ്മാടെ കുട്ടികൾ തമ്മിൽ ഒരു തല്ലും വർത്താനം ഉണ്ടാവരുത്. അതും കൂടി കാണാൻ എനിക്ക് വയ്യ. ഇമ്മ ഞാൻ പറഞ്ഞതൊന്ന് കേൾക്ക്. ഇമ്മ ആ ചെല്ല് ഇമ്മാനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാറ്റിയെടുക്ക്. ഒന്ന് നിൽക്കുമ്മ. ഇമ്മ ഞാൻ പറഞ്ഞതൊന്ന് കേൾക്ക്. ഇതൊന്നും പറയണ്ട, നിക്കൊന്നും കേക്കും വേണ്ട. പറഞ്ഞു കൊടുക്ക്, നല്ലോണം പറഞ്ഞു കൊടുക്ക്. ഇമ്മയുടെ ഉള്ളിൽ എന്നോടുള്ള സ്നേഹം കൂടി ഇല്ലാണ്ടാവും വരെ പറഞ്ഞു കൊടുക്ക്.